Al-Buhaira Farm. ഏത് വെജിറ്റബിൾ ആണെന്ന് അറിയാൻ വേണ്ടി ക്യാമോമൈൽ ഫ്ലവർ ആണ്. Camels. ഇത് ഇവിടുത്തെ നഴ്സറി ആണ്. ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ വ്ലോഗ്. ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് സ്ട്രോബെറി ഫാമിന്റെ ഉള്ളിലാണ്. അപ്പൊ സംഭവം എവിടെയായിരിക്കും? ഇത് അൽബുഹൈറ ഫാം ആണ്, അബ്ദലി ഏരിയയില്. ഇവിടെ ഇപ്പം റംസാൻ ആയതുകൊണ്ട് ഈവനിങ് 3 to 10 ആണ് ടൈമിംഗ്. സാധാരണ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. രാവിലെ അറൌണ്ട് 9 സ്റ്റാർട്ട് ചെയ്ത് വൈകിട്ട് കഴിയുന്നതാണ്. ഇപ്പൊ റംസാൻ ആയതുകൊണ്ട് അവര് ടൈം റീഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ വർഷവും കുവൈറ്റിലെ ഫാംസ് വിസിറ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു ഫാം മാത്രമല്ല കേട്ടോ, ഇവിടെ ഒത്തിരി ഫാംസ് ഉണ്ട്. അതിലൊരു വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഫാം ആണ് അൽ-ബുഹൈറ ഫാം. അപ്പം വെൽക്കം ടു അൽ-ബുഹൈറ ഫാം, ഓൾസോ നോൺ ആസ് ദ ബ്ലൂ ലേക്ക് ഫാം. സോ വെൽക്കം ടു പ്രിയങ്ക പ്രജിത് വ്ലോഗ്സ്. ഹലോ ഗായ്സ്, ഈ വ്ലോഗ് എടുത്തത് റമദാൻ മന്തിലായിരുന്നു, ഡ്യൂറിങ് ഫാസ്റ്റിംഗ് ടൈം. അപ്പോൾ നിങ്ങൾ കരുതും റമദാൻ കഴിഞ്ഞിട്ട് കുറേ ആയില്ലേ എന്ന്. ആക്ച്വലി വൈറൽ ഫീവർ ഒക്കെ പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും സൈഡായി. അതാണ് ഈ വ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ഡിലേ വന്നത്. അപ്പൊ തുടങ്ങാം അല്ലേ? വെൽക്കം ടു ദി അൽ-ബുഹൈറ ഫാം ഓർ ദി ബ്ലൂ ലേക്ക് ഫാം. റമദാൻ ടൈം ആയതുകൊണ്ട് എൻട്രി ഫ്രീ ആയിരുന്നു ഇവിടെ. കയറി വരുമ്പോൾ തന്നെ കാണുന്നത് വെജിറ്റബിൾ ഫാമിംഗ് ആണ്. ഇതെല്ലാം ചുറ്റി നടന്ന് കാണാൻ യൂഷ്വലി ഇവിടെ യൂറോപ്യൻ കാർസും ബൈസിക്കിൾസും എല്ലാം അവൈലബിൾ ആയിരുന്നു. which used to be an additional charge. റമദാൻ ടൈമിൽ ഇതൊന്നും അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ സാധാരണ ഇതെല്ലാം നടന്ന് എക്സ്പ്ലോർ ചെയ്യാറാണ് പതിവ്. സോ ഫാമിൽ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ബ്രോക്കലീസിന്റെയും കേർലി ടെയിൽസിന്റെയും അതുപോലെ കോളിഫ്ലവർ എന്നീ വെജിറ്റബിൾസിന്റെ ഫീൽഡ്സ് ആണ്. ഈ ഫാമിൽ ഫുള്ള് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഏത് വെജിറ്റബിൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത്. കൊള്ളാം അല്ലേ? ഇത് ക്യാമോമൈൽ ഫ്ലവർ ആണ്. നമ്മള് ടീയിലൊക്കെ യൂസ് ചെയ്യത്തില്ലേ, ക്യാമോമൈൽ ടീ. ഇത് കുറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഫ്ലവറാ. ഇതിന്റെ ടീ നമ്മുടെ ഡയബറ്റീസ് ഉള്ള ആളുകൾ, അതുപോലെ BP ഉള്ള ആളുകൾ, അവർക്കൊക്കെ ഇത് നല്ല സാധനമാണ് ശരിക്കും. സോ ആ സെക്ഷനും ഈ സെക്ഷനും ഫുൾ ഈ ക്യാമോമൈൽ ഫ്ലവേഴ്സ് ആണ്. ഇതിന്റെ ഇടയിൽ ഒരു പ്രിൻസസ് കാരേജ് റൈഡ് ഉണ്ട്. ഈ ഫ്ലവേഴ്സ് ആക്ച്വലി നമ്മൾ ഫാമിലേക്ക് വരുന്ന വഴിക്ക് റോഡിൻ്റെ 2 സെക്ഷനിലും കുറേ കാണും കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം എന്തുകൊണ്ടോ ഇത് അധികം കണ്ടിട്ടില്ല. ഇത് അമേരിക്കൻ സ്കങ്ക് കാബേജ് ഫീൽഡ് ആണ്, വിച്ച് ഈസ് എൻ ഓർണമെന്റൽ പ്ലാന്റ്. അതിന്റെ മേലിൽ നിറച്ചും യെല്ലോ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന പൂവാണ്. ഇത് കാണുമ്പോൾ എന്റെ മമ്മയ്ക്ക് ഒരു നൊസ്റ്റാൾജി വരാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഇതിന്റെ യെല്ലോയും വൈറ്റ് ഫ്ലവേഴ്സും ധാരാളം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ സ്ട്രോബെറി ഫാമിൽ എത്തി. ആദ്യം തന്നെ സ്ട്രോബെറി പിക്ക് ചെയ്യാനുള്ള സിസേഴ്സും ബോക്സും കളക്ട് ചെയ്യണം. ഈ ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ഹൗസിന്റെ ഉള്ളിലാണ്, സോ ദാറ്റ് ദ ടെമ്പറേച്ചർ ക്യാൻ ബി കൺട്രോൾഡ്. അപ്പോ സ്ട്രോബെറി പിക്ക് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഹണ്ട് ചെയ്യണം. ബെസ്റ്റ് സ്ട്രോബെറീസ് ഏതൊക്കെയാന്ന് കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ ഒരുവിധം എല്ലാ സ്ട്രോബെറീസും അടിപൊളിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. എല്ലാം നല്ല റെഡ് 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 കളേഴ്സ് ആണ്. സോ ഇറ്റ്സ് ഓൾ റൈപ്പൻ ഓൺലി. ഓക്കെ, ഐ വിൽ ടെൽ യു എ ഫൺ ഫാക്ട്. സാധാരണ നമ്മൾ കാണുന്ന ഫ്രൂട്ട്സ് എല്ലാത്തിനും സീഡ്സ് അകത്താണല്ലോ. ബട്ട് സ്ട്രോബെറീസ് ആർ ദ ഓൺലി ഫ്രൂട്ട് ദാറ്റ് ഹാസ് സീഡ്സ് ഓൺ ദ ഔട്ട്സൈഡ്. ഒരു സ്ട്രോബെറിയുടെ പുറത്ത് 200 സീഡ്സ് വരെ കാണാറുണ്ട്. അപ്പൊ എന്റെ
ഫസ്റ്റ് സ്ട്രോബെറി ഞാൻ പിക്ക് ചെയ്യാൻ പോവാണ്. ഒരു ഗ്രീൻ സ്ട്രോബെറി വീണുപോയി. അപ്പൊ ഇങ്ങനെ നമുക്ക് എല്ലാം ഏത് സ്ട്രോബെറി വേണേൽ ചൂസ് ചെയ്ത് പിക്ക് ചെയ്യാം. സോ ഏട്ടന്റെ ഫസ്റ്റ് സ്ട്രോബെറിയും പിക്ക് ചെയ്തു. കുവൈറ്റിൽ സ്ട്രോബെറി സീസൺ ഡിസംബർ എൻഡ് ടു മാർച്ച് എൻഡ് വരെയൊക്കെയാണ്. റമദാൻ ആയതുകൊണ്ട് ഞങ്ങൾ ഈവനിംഗ് ആയിരുന്നു വന്നിരുന്നത്. അന്ന് അവിടെ തിരക്കില്ലായിരുന്നു. നോർമലി ഇങ്ങനെയായിരിക്കില്ല. തിരക്കുള്ളപ്പോൾ സ്ട്രോബെറി തീരുന്നതിനനുസരിച്ച് അവർ സ്ട്രോബെറി ഏരിയ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് സ്ട്രോബെറി പിക്ക് ചെയ്യുന്നവർ നേരത്തെ വരുന്നതാണ് നല്ലത്. പ്രിഫറബിളി ബൈ 9 AM. ഇവിടെ നമുക്ക് എത്ര സ്ട്രോബെറി വേണമെങ്കിലും പിക്ക് ചെയ്യാം. അവര് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അവർ ചെക്ക് ചെയ്യും എത്ര ഗ്രാംസ് ഉണ്ട് എന്നുള്ളത്. അതിനനുസരിച്ച് അവര് പേയ്മെന്റ് ചാർജ് ചെയ്യും. എത്രയായി? വിത്ത് ഫ്ലവർ. ഈ വൈറ്റ് ഫ്ലവേഴ്സ് ആണ് സ്ട്രോബെറി ഫ്ലവേഴ്സ്, ഹാവിംഗ് 5 petals and they appear on the strawberry plant before fruiting. Pollination ശേഷം the center of the flower develops into the strawberry fruit. ഗ്രീൻ ഹൗസിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന റേഡിയേറ്റേഴ്സ് ആണിത്. എല്ലാ സ്ട്രോബെറീസും അടിപൊളി ആയതുകൊണ്ട് ഏത് ഏരിയ പോയി എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു റോ മാത്രം നോക്കണ്ടല്ലേ, ഇനി ഓരോരോ റോ ആയിട്ട് നോക്കാം. വാ. അപ്പൊ നെക്സ്റ്റ് റോയിലെത്തി. അപ്പൊ തുടങ്ങിയല്ലേ. ഞങ്ങള് സാധാരണ രാവിലെ വരും. രാവിലെ വരുമ്പോ എന്താ പ്രത്യേകത വെച്ചാൽ ഒന്ന് ഫ്രഷ് എയർ ആയിരിക്കും, പിന്നെ ഒരു ഫോഗി മൂഡൊക്കെ ആയിരിക്കും. ഫോഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഫോഗൊന്നുമില്ല, എന്നാൽ കുറച്ചൊരു ഫോഗി മൂഡൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും വിന്ററിൽ ഇങ്ങനെ ഇതൊക്കെ സംഭവങ്ങൾ, ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ. പക്ഷെ ഈ വർഷം ഈ റമദാൻ ആയതുകൊണ്ട് റമദാന്റെ ഫാസ്റ്റിംഗ് കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് ഇവിടുത്തെ ടൈമിങ്സ് മാറി. അതാണ് ഇപ്പൊ ഞങ്ങൾ ഈവനിങ് വന്നിട്ട് പിക്ക് ചെയ്യാനുള്ള കാര്യം. അപ്പം ആക്ടിവിറ്റി വീണ്ടും നമ്മുടെ ബോക്സ് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പിക്ക് ചെയ്ത സ്ട്രോബെറീസിന്റെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് പേയ്മെന്റ് ഒക്കെ കൊടുത്തു. ഇവിടെ നവംബറിലേ ഉള്ളൂ നെക്സ്റ്റ്. ഇപ്പം സ്ട്രോബെറി പിക്കിംഗ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആണ്. ഇവിടെ ഹോട്ടൽസും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പം സമ്മറിൽ ഫുള്ള് ക്ലോസ്ഡ് ആയിരിക്കും. നവംബർ നെക്സ്റ്റ് വിന്റർ അപ്പോഴേ ബാക്കി കാര്യങ്ങളെല്ലാം ഓപ്പൺ ആവത്തുള്ളൂ. ഓടി വന്നിട്ടോ ഞങ്ങളുടെ അടുത്തേക്ക്. നല്ല തെറ്റാണ്. രണ്ടാളും കൂടി നിൽക്കുന്നുണ്ട്. ഇതിനെ കൂടെ ഒരു പോസ് ചെയ്യാൻ വരുമോ? ഹലോ ഫീഡ് ചെയ്യാനൊന്നും ഇല്ല കയ്യില്. ഈ പൂച്ചനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. പിന്നാലെ വരുവാ.
വരും കേട്ടോ നമ്മുടെ അടുത്തോട്ട്. പക്ഷെ ഫീഡ് ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ട് കഷ്ടമായി പോയി. സോ ഇവിടെ ഫുൾ പീകോക്സ് ആണ്. ആക്ച്വലി ഇതും ക്ലോസ്ഡ് ആണ്. അപ്പം പീകോക്സിനെ ജസ്റ്റ് ഒരു കുഞ്ഞു രീതിയിൽ കാണിച്ചു തരാനേ പറ്റുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കുറെ സംഭവങ്ങളുണ്ട് അല്ലേ? പീകോക്ക്, കോയിൽ, പിന്നെന്തായിരുന്നു ലവ് ബേർഡ്സ് അല്ലേ? ഇത് ബേർഡ്സിന്റെ റിസർവ് ഏരിയ ആണ് അല്ലേ? ബേർഡ്സ് റിസർവ്. നമുക്ക് ഇപ്പം ഇത് ക്ലോസ്ഡ് ആയിട്ടാ, ഇല്ലെങ്കിൽ അകത്ത് കയറി കാണാൻ പറ്റും. അതിന് സെപ്പറേറ്റ് ചാർജ് ഉണ്ട്, പക്ഷെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് കയറിയിട്ട് കാണാൻ പറ്റും. സോ കുറച്ച് പീകോക്ക് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. സൂം ചെയ്തൂടെ? ഫ്രണ്ടിൽ തട്ടരുത് കേട്ടോ കമ്പിയിൽ. കിട്ടും. കൊറേ പീകോക്സ് ഉണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളില്. ഇത് നമ്മുടെ പപ്പായ. ഇതെല്ലാം ലോക്ക്ഡ് ആയി പോയി. വലിയ റോസും ഉണ്ട് കേട്ടോ. കണ്ടോ? നല്ല സൈസ് ഉണ്ട് കേട്ടോ. കണ്ടോ? ഇതൊക്കെ എന്ത് ടൈപ്പ് റോസ് ആണെന്നൊക്കെ ഇവരിവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ അറബിക്കിലാണ്. അപ്പം എപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കണം. റോസിനെ പറ്റിയൊന്നും കൂടുതൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നാട്ടിലുള്ള പൂ. അതേതാ നാട്ടിലുള്ള പൂ? നമ്മുടെ അരിപ്പൂ. ഇതും കുറെ കളേഴ്സൊക്കെ കാണാറുണ്ട്. ചെമ്പരത്തിയും ഉണ്ട് ഇവിടെ. ചെമ്പരത്തി. അതെ ചെമ്പരത്തി. അത് റെഡും ഉണ്ട്. അതെ നാട്ടിലെ റെഡ് ചെമ്പരത്തി, യെല്ലോ ചെമ്പരത്തി, എല്ലാ ഐറ്റംസും ഉണ്ട്. യെല്ലോ നല്ല ഭംഗിയുണ്ട്. ഇവിടെ വന്നിട്ട് ക്യാക്ടസ് ഷൂട്ട് ചെയ്തില്ലെന്ന് വേണ്ടേ? അപ്പം ഇതാണ് നമ്മുടെ കുവൈറ്റിലെ പച്ചപ്പും ഹരിതാഭയും. ഈ ഒരു ഏരിയ കണ്ടപ്പോഴാണ് എനിക്ക് ഒരു സംഭവം ഓർമ്മ വന്നത്. പൊതുവേ നമ്മുടെ നാട്ടിൽ ഞങ്ങളിപ്പം നാട്ടിൽ വെക്കേഷനൊക്കെ വരുമ്പം ചിലവരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഗൾഫ് കൺട്രീസിൽ എന്താ പറയുക ഫുള്ള് ഡെസേർട്ടും എന്താ പറയുക നമ്മുടെ മണലാരണ്യമാണല്ലോ, പച്ചപ്പും ഹരിതാഭയും ഒന്നും ഇല്ലല്ലോ അല്ലേ, നാട്ടിൽ വരുമ്പോഴാണല്ലോ അല്ലേ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ കാണുന്നതല്ലേ, അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ മിസ് ചെയ്യും. പക്ഷെ ആക്ച്വലി സ്പീക്കിംഗ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മിസ്സിങ് ഫാക്ടർ വരുന്നില്ല. ഇതൊക്കെ തന്നെയാണ് കാരണം. ഇങ്ങനത്തെ ഫാം സെറ്റപ്പ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള അതേ പൂക്കളും അല്ലെങ്കിൽ എന്താ പറയുക ഫ്രൂട്ട്സ് ആയിട്ടും വെജിറ്റബിൾസ് ആയിട്ടും എല്ലാ സംഭവം ഈ കുവൈറ്റിൽ അവൈലബിൾ ആണ്. കുവൈറ്റ് മാത്രമല്ല ബാക്കിയുള്ള മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും അല്ലേ, ബാക്കിയുള്ള മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഫാം സെറ്റപ്പ് ഒക്കെ കോമൺ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം പച്ചപ്പും ഹരിതാഭയും ഈ കുവൈറ്റിലും ഉണ്ട്. നാട്ടിലെ പോലെ എല്ലാ സ്ഥലത്തും ഗ്രീനറി ഇല്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ചില ഏരിയാസ്, ഇതിപ്പോൾ ജഹ്റ ഗവർണറേറ്റിലാണ് ഇതുള്ളത്. ജഹ്റയിലെ പല സ്ഥലങ്ങളിലും അഗ്രികൾച്ചറൽ ലാൻഡ്സും ട്രീസും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട്. ഇത് വാട്ടർ ടാങ്ക് ആണെന്നാണ് തോന്നുന്നത്. നമ്മുടെ നെതർലാൻഡ്സിലൊക്കെ ഉള്ള വിൻമിൽസ് ഒക്കെ പോലെ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ലുക്കിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അകത്ത് വാട്ടർ ടാങ്ക്സ് ആയിരിക്കുന്നത്. 3 ടാങ്ക്സ് ഇരിപ്പുണ്ട്. ഇത് ഫുൾ മസ്റ്റേർഡ് ഫാം ആണ്. അപ്പം ഈ ഫീൽഡ് ഇപ്പം കുറച്ച് മെസ്സായിട്ടിരിക്കുകയാണ്. യൂഷ്വലി ഇവിടെ ഫുൾ ഒരു യെല്ലോ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഒരു നമ്മുടെ DDLJ മൂവി കാണുന്നത് പോലെ ഫുൾ യെല്ലോ ഫ്ലവേഴ്സിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന ഫീലാണ് ഉണ്ടാവാറ്. എനിക്ക് തോന്നുന്നു സീസൺ കഴിഞ്ഞിട്ടായിരിക്കും. മിക്കവാറും ഇവര് റീപ്ലാന്റ് ചെയ്യുമായിരിക്കും. ഇനി അടുത്ത നവംബറിലുള്ളന്നല്ലേ പറഞ്ഞത്. അപ്പോഴത്തേക്ക് ചിലപ്പം വീണ്ടും ശരിയാവുമായിരിക്കും. സോ ഞങ്ങൾ വീണ്ടും ഒരു പോസ് കൊടുത്തേക്കാം. മസ്റ്റർഡ് ഫീൽഡിന്റെ ഇടയിൽ യൂഷ്വലി ഇവിടുന്ന് ഞങ്ങൾ പോസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടുന്ന് പോസ് ചെയ്യുമ്പോൾ ഒരു DDLJ ലുക്കാണല്ലോ അല്ലേ. അപ്പോൾ DDLJ മൂവി കാണുന്നത് പോലെ പോസസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഏരിയ ആയിരുന്നു.
പക്ഷേ സാഡ്ലി ദിസ് ഇസ് ഓൾ എന്താ പറയുക ഡ്രൈഡ് ഔട്ട് ആയിപ്പോയി. ഇത് കണ്ടോ? സോ മസ്റ്റർഡ് സീഡ്സ് കണ്ടോ? ഇത് ഇങ്ങനെ ഇത് ഉണങ്ങുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ സീഡ്സ് ഇങ്ങനെ നിൽക്കും. കാണാൻ പറ്റുന്നുണ്ടോ? ആ, ഇതാണ് മസ്റ്റർഡ് സീഡ്സ്. Fresh mustard seeds from the plant itself. Yes. See, green mustard seeds. ഈ ഏരിയയിലെ ഫുള്ള് ഇപ്പോ ഇങ്ങനെ ആയില്ലേ, എല്ലാം സീഡ്സ് ആയി. അപ്പം ഇത് ഹാർവെസ്റ്റ് ചെയ്തിട്ട് മിക്കവാറും ഇനി റീപ്ലാന്റ് ചെയ്യുമായിരിക്കും. അപ്പം അടുത്ത സീസൺ ആവുമ്പോഴത്തേക്ക് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് ഫുൾ മെസ്സായിട്ടിരിക്കുന്നത്. സാധാരണ ഇങ്ങനെയല്ല കാണാറുള്ളത്. ഇനി കുറച്ച് റെസ്റ്റ്. ഇവിടെ ഇങ്ങനെ ഫാമിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഏരിയയിൽ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ക്രിയേറ്റിവിറ്റി കൂട്ടിയിട്ടിട്ട് അവർ സ്കേറ്റിംഗ് ഏരിയ വെച്ചിട്ടുണ്ട്. So that you can rest and relax. ഇതൊക്കെ മസ്റ്റേർഡ് ഫ്ലവേഴ്സ് ആണ്. ഈ ഫ്ലവേഴ്സിൻ്റെ കാര്യം ഞങ്ങളിപ്പോൾ പറഞ്ഞത്. ഈ യെല്ലോ ഫ്ലവേഴ്സ് ധാരാളം ഫുള്ള് ഈ ഫാം മൊത്തം ഫാമല്ല ഈ ഫീൽഡ് ഫുള്ള് ഇങ്ങനെ ഈ യെല്ലോ ഫ്ലവേഴ്സ് വരുമ്പം ശരിക്കും നമ്മുടെ DDLJ മൂവി തന്നെയായിരിക്കും കേട്ടോ. ഇവിടുത്തെ വേറെ ഒരു സീറ്റിംഗ് ഏരിയ ആണ്. ഇത് ഈസ് ഓപ്പോസിറ്റ് ടു മസ്റ്റേർഡ് ഫീൽഡ്. അപ്പം മസ്റ്റേർഡ് ഫീൽഡ് കാണാൻ ഒന്നെങ്കിൽ ഞാൻ നേരത്തെ ഇരുന്ന സ്ഥലത്തുനിന്നും കാണാം, അതല്ലെങ്കിൽ ദേ ഈ കാണുന്നത് ഫുൾ മസ്റ്റേർഡ് ഫീൽഡാണ്. ഹംഗ്രി ബണ്ണി. സോ ഈ ഏരിയ ഫുള്ള് ഇതേപോലെ ഫീൽഡ്സ് ആണ്. ഓരോ വെജിറ്റബിൾസ് ആയിട്ടും പ്ലാന്റ്സിൻ്റെ ഒക്കെ സംഭവങ്ങളാണ് കാണാറുള്ളത്. പക്ഷേ ഇപ്പം സീസൺ കഴിഞ്ഞത് കൊണ്ട് ഫാം ക്ലോസ് ചെയ്യുകയാണല്ലോ. ക്ലോസ് ചെയ്യുന്ന സെൻസ് ഇനി നവംബറിൽ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം കാലിയായിട്ടിരിക്കുന്നത്. ഈ ഫാമിൽ വരുമ്പോൾ വേറൊരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇങ്ങനത്തെ കുറെ വുഡൻ ഫെൻസസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ വുഡൻ ഫെൻസ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരാറുള്ളത് സമ്മർ ഇൻ ബെത്ലഹേം മൂവിയാണ്. ഇതിന്റെ ഒരു സെറ്റപ്പില് വന്ന് നിൽക്കുന്ന അതേ ഫീലാണ് കേട്ടോ. ഈ ഫാമിൽ ഫുൾ ത്രൂ ഔട്ട് നമ്മൾ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ആ ഒരു ഫീലാണ് വരാറുള്ളത്. മഞ്ജു വാര്യർ ഒരു ക്യാരറ്റ് ഒക്കെ കടിച്ച് ജയറാമിനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು പേഴ്സണൽ ആസ്തി എല്ലാം നിനക്കേ സിഗത്തേൻ. എനിക്ക് ഈ ഡയലോഗാണ് ഇവിടെ ഈ ലൊക്കേഷനിൽ എത്തിയപ്പോൾ ഓർമ്മ വന്നത്. ഇത് ഇവിടുത്തെ നഴ്സറിയാണ്. ഇവിടെ പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ സാധാരണ ഇവിടെ ടിക്കറ്റ് 2KD 3KD ആയിരുന്നു, കറക്റ്റ് മറന്നുപോയി, പെർ ഹെഡ്. അപ്പം നമ്മൾക്ക് ആ ടിക്കറ്റിന് ഇവിടെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. ടിക്കറ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്താൽ അതിന് ഇക്വലൻ്റ് ആയിട്ട് വാല്യൂ ഉള്ളൊരു പ്ലാന്റ് നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം ഇവിടെ അവൈലബിൾ ആണോ എന്ന് അറിയത്തില്ല. നമ്മളൊന്ന് നോക്കിയപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു വാങ്ങുന്ന സ്ഥലത്ത്. ഇനി നോക്കണം, എന്തെങ്കിലും ഒരു പ്ലാന്റ് മേടിക്കാൻ പ്ലാൻ ഉണ്ട്. പക്ഷേ പ്ലാന്റ്സ് മാത്രമല്ലല്ലോ, വെജിറ്റബിൾസും നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഇവിടെ അല്ലേ, ഇത് നഴ്സറി അല്ലേ? അല്ല, ആ ടിക്കറ്റിൽ തന്നെ നമുക്ക് വെജിറ്റബിൾസും മേടിക്കാം അല്ലേ? ടിക്കറ്റിൽ വെജിറ്റബിൾസ് വേണമെങ്കിലും മേടിക്കാൻ പറ്റും. ഫാം ഫ്രഷ് വെജിറ്റബിൾസ്. അപ്പോൾ ഇവിടെ നോക്കാം എന്തെങ്കിലും പ്ലാന്റ്സ് അവൈലബിൾ ആണോ, പോയി നോക്കാം. സോ ഇതാണ് നഴ്സറിന്റെ അകത്തുള്ള ഒരു സെറ്റപ്പ്. ഇവിടെ അവൈലബിൾ ആണെന്നാ തോന്നുന്നത് കേട്ടോ. ആണോ? കുറച്ച് ആളുകളൊക്കെ എന്തൊക്കെ മേടിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ പ്ലാന്റും നോക്കാം.
ഈ നഴ്സറിയിൽ ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. Outdoor plants like fragrant plants, climbers, infernal trees, fence trees, etc. are available here. ഈ ഫാമിലെ പ്രൊഡ്യൂസ് ഒക്കെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നോർമൽ ടൈമിൽ ഫാം എൻട്രി ടിക്കറ്റ് യൂസ് ചെയ്ത് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ഈ ഫാമിൽ ഒരു ചെറിയ ടുലിപ്പ് ഗാർഡൻ കൂടിയുണ്ട്. പക്ഷേ അന്ന് അവിടേക്ക് എൻട്രി ഇല്ലായിരുന്നു. ഈ കാണുന്ന ടുലിപ്സ് ഒക്കെ ആ ഗാർഡനിൽ നിന്നാണ്. ഇതിനൊക്കെ പുറമെ ഇവിടുത്തെ ഫാം ഫ്രഷ് ഡയറി പ്രോഡക്ട്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിക്കിൾസ്, ഹണി, റോസ്മേരി വാട്ടർ, തൈം വാട്ടർ, അൽബൊഹേറ ഹെർബ്സ്, അൽബൊഹേറ ബ്യൂട്ടി പ്രോഡക്ട്സ് ഫോർ ഹെയർ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഈ ഫാം ആക്ച്വലി 3 to 10 PM വരെയാണ് ഉള്ളത്. ഇപ്പൊ വീക്കെൻഡ്സ് ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ 3 to 10. അതും സ്ട്രോബെറി പിക്കിംഗ് മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി ഇതൊക്കെ കാണാം എന്നുള്ളതേ ഉള്ളൂ. ഫ്രീ ആണ് ഇപ്പോഴും തോന്നുന്നു. ടിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഈ ബാക്കിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫുൾ ഇങ്ങനെ ഫീൽഡ്സ് ഫുൾ സംഭവങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പൊ ഇങ്ങനെ സീസൺ മാറുന്നതും സമ്മറിലേക്ക് പോവുകയാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇതിപ്പോ ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ട് കാണുന്നത്. അപ്പം ഞങ്ങളുടെ ഈ ഫാം വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു പ്രിയങ്ക പ്രജീത് വ്ലോഗ്സ്. ബൈ ബൈ.